ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീക്കെൻഡ് സീരീസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് സീരീസിലെ പാർട്ട് 2 ആണ് ഈ വ്ളോഗ് കേട്ടോ. പാർട്ട് 2 അല്ല, എപ്പിസോഡ് 2 ആണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കൂടെ നമുക്ക് ഈ ആഴ്ചയുള്ള കുറച്ച് വിഷ്വൽസ് കാണാം. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ദിവസം കഴിയും. അതോടൊപ്പം തന്നെ ഇന്ന് ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം വീഡിയോ എടുത്തില്ല, 2-3 ദിവസം വീഡിയോ എടുത്തില്ല. കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ ചാനലിലുള്ള വീഡിയോൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറച്ച് ദിവസം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമും ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മുടെ കോളേജിൽ എക്സാം ഇല്ല, പക്ഷെ അവിടെ വേറെ പരിപാടിയൊക്കെ കിടക്കുന്നുണ്ട്. അത് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യാം, അല്ലാതെ നോർമലി അവിടെ റെഗുലർ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് കോളേജിൽ പോവാം. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 7 മണി ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തന്നെ നമുക്കൊരു ഇൻട്രോ എടുത്തുകളയാന്ന് വിചാരിച്ചു അങ്ങനെ വന്നേക്കാണ്. സോ സബ്സ്ക്രൈബ് ചെയ്തവരുടെയും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീക്കെൻഡ് സീരീസിലെ സെക്കൻഡ് എപ്പിസോഡാണ് കേസ് ഇത്. എന്തായാലും നമുക്ക് ഇനി നേരെ കോളേജിൽ പോകാം. കോളേജിൽ ഡ്രസ് ചേഞ്ച് ചെയ്യുക, കുറച്ച് പരിപാടി ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ കോളേജിലോട്ട് പോവാം. അപ്പോൾ ബൈ. അങ്ങനെ കോളേജിലെത്തിയപ്പോൾ NCCയിലെ പിള്ളേർ തന്നെ അവിടെ ഫുള്ള് നിറഞ്ഞൊക്കെ നിൽക്കുകയാണ്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, സ്പീക്കർ വരെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വോളണ്ടിയർ ആയിട്ട് പിന്നെ ഗാർഡായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ സാറാണെങ്കിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പറ്റിച്ചതാണ്. റെഗുലർ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഗൈസ്. പിന്നെ അവിടെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ എന്നെ എടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോ ക്ലിപ്പും പിന്നെ വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പീക്കർ AN ഷംസീർ സാർ ഈ ഫലവൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. Primat! Mr. Garage, guard! आपका निरीक्षण करें! हाकिम! चल, primat! ഇന്ന് വീണ്ടും കോളേജിൽ വന്നപ്പോൾ തന്നെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഇവർക്ക് വീണ്ടും റീൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും വെച്ചൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവരുടെ റീല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാവേ. പറ
ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോളേജിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ടാണ് വന്നത്. അപ്പം സമയം എത്രയാണ്? 10:45. അപ്പോൾ ഇനിയിപ്പോൾ തുടങ്ങും പരിപാടി. പിന്നെ ഇവിടെ പയ്യന്മാരെല്ലാവരും കൂടെ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ അവിടെ ഡാൻസ് പ്രാക്ടീസ് നടന്നുണ്ട് ഇങ്ങനെ ഗൈസ്. ഡാൻസ് പ്രാക്ടീസ്. ന്യൂ എഡിറ്റർ ലോഡിങ്. എഡിറ്റർ കണ്ണാപ്പിച്ചാറ്. അങ്ങനെ ഇവിടെ പരിപാടിയെല്ലാം തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫ്രഷേഴ്സ് ഡേ മാത്രമല്ല, ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷനും കൂടെ ആയിട്ടാണ് ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേരുടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ഞാൻ വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഫുള്ള് കോപ്പി റൈറ്റ് ആയതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അടിപൊളി DJ പരിപാടിയൊക്കെ ഉണ്ട്. അടിപൊളി DJ പരിപാടി എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും കോപ്പി റൈറ്റ് ഉള്ളത് മാറ്റിയിട്ട് പറ്റുകയാണെങ്കിൽ നല്ലത് ആഡ് ചെയ്യാട്ടാ. കോളേജിലുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. നല്ല കിട്ടുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി വന്നിട്ട് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. അല്ലാതെ നമുക്ക് കുറച്ച് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് കുറച്ചവർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ തന്നെ കുറേ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ട്, അതിന് അയച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരുപാട് ഫയൽ സൈസ് കൂടിയ വീഡിയോ ആണെന്ന് തോന്നുന്നു കുറേ. എന്തായാലും അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. നല്ല കിടിലം പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാം ആയിരുന്നു. കഴിഞ്ഞ് ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. പിന്നെ ഇവിടെ കിടന്ന് തുള്ളിയുണ്ട്, പനിയും പിടിച്ചെന്നാണ് തോന്നണത്. ഇനി എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ക്യാമ്പിനും കൂടെ പോകേണ്ടതാണ്. അവിടെ വെച്ചേറ്റ പനി കൂടിയാൽ തേഞ്ഞ്.
ഓക്കെ ഗൈസ്, ബൈ ബൈ. ഒരു അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് വേറെ ഒന്നുമല്ല, ഇലയപ്പം. വൈകിട്ടായതുകൊണ്ട് കുഴപ്പമില്ല, ഉച്ചയ്ക്ക് കുറച്ച് ഫുഡ് മാത്രമല്ലേ കഴിച്ചുള്ളൂ. അപ്പോൾ അത് വേണ്ടിയിട്ട് അവിടെ ഒന്ന് പ്ലേറ്റ് കൊടുത്ത് ഇതിനെ തന്നെ അങ്ങ് അകത്താക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുള്ളവരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇതിനെ നമ്മുടെ നാട്ടിലൊക്കെ ഇലയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഇനി ഇത് കഴിച്ചിട്ടൊക്കെ കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് മുടി കെട്ടണം. സൈഡ് അല്ലേ കുറച്ച് ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ക്യാമ്പ് വരെയാണ്, മറ്റേത് ഞാൻ ക്യാമ്പിന് പോകും. അപ്പോൾ മുടി വെട്ടിയില്ലെങ്കിൽ അമ്മ പിടിച്ച് പണം. അപ്പോൾ സൈഡ് എടുക്കാൻ വേണ്ടി മുടി കെട്ടാൻ പോകണം. അതാണ് ഇന്നത്തെ ടാസ്ക്. പിന്നെ നമുക്ക് അതുപോലെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ക്യാമ്പിനായിട്ട് നിൽക്കുമ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഏകദേശം ഒരു 7-8 വീഡിയോ എങ്കിലും ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ 12 ദിവസത്തെ ക്യാമ്പാണ്. അത് ഞാൻ ലാസ്റ്റ് പാക്കിംഗ് വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നേരെ പോയി നമുക്ക് മുടി കെട്ടാൻ പോകാം. ഗൈസ്, അങ്ങനെ ചെറുതായിട്ട് മുടിയൊക്കെ വെട്ടി സൈഡാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് കയറി നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഈ നാളെ ക്യാമ്പാണ്. അപ്പോൾ ഇന്ന് പാക്ക് ചെയ്യാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരു 5 മണിയായിട്ടുണ്ട്. ഇതുവരെയായിട്ടൊന്നും ആയിട്ടില്ല, പാക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഞാൻ എല്ലാം കാണിച്ചു തരാം, കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം തൽക്കാലത്തിൽ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ, കണ്ടില്ലേ. പിന്നെ നമ്മുടെ മെഡിസിൻസും പിന്നെ കുറച്ച് ഫേസ് വാഷും സോപ്പും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പവർ ബാങ്കും ഇത് രണ്ടും വേണം. ഹെഡ്സെറ്റും പവർ ബാങ്കും നിർബന്ധമായിട്ടും വേണ്ടതാണ് എനിക്ക്. പിന്നെ 2 തൊപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ NCC വേറൊരു തൊപ്പി. പിന്നെ ഈ ബാഗ് പോകേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ഞാൻ കൊണ്ടുപോകാതിരിക്കാൻ നോക്കും. പിന്നെ 2 ബെൽറ്റ് എടുത്തിട്ടുണ്ട്, ഹാങ്ങർ, തുണികൾ. പിന്നെ ഇതൊക്കെ ട്രാക്കാണ്, NCCയുടെ ട്രാക്ക്. പിന്നെ NCCയിലെ യൂണിഫോം. പിന്നെ ഇതേപോലത്തെ ഇതും കൊണ്ടുപോകണം. പിന്നെ ഇത് പുതിയതെടുത്തതാണ് കേട്ടോ, ഒരു അടിപൊളി ബാഗ്. എത്ര 65 ലിറ്ററിൻ്റെ അടിപൊളി ബാഗ് കേട്ടോ. 700 രൂപയോ 600 എത്ര രൂപയാണെന്ന് തോന്നണത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇപ്പം എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം നൈസായിട്ട് തന്നെ പാക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതാണ് കഴിഞ്ഞതിൽ ഞാൻ ഇതേപോലത്തെ ഒരു വലിയ ബാഗും ഇതും കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഇപ്പം മാക്സിമം ഇതിൻ്റെ അകത്ത് തന്നെ അകത്ത് കയറ്റാൻ വേണ്ടി നോക്കും. പിന്നെ അവിടെ പോയി കഴിക്കേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ പലഹാരങ്ങൾ, അതൊക്കെ വാങ്ങണം. അതൊക്കെ ഞാൻ മിക്കവാറും പോണ വഴി കയറ്റാൻ വാങ്ങിച്ചുകൊണ്ട് പോകും. അതൊക്കെയാണ് ഇനി അടുത്ത് പരിപാടി. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് കയറ്റാം, ഫുള്ള് ഇതിൻ്റെ അകത്തോട്ട് കയറ്റാം. ഫുള്ള് കുത്തി നിറച്ച് കൊണ്ടുപോകാനേ മാക്സിമം ഞാൻ നോക്കുകയുള്ളൂ. പിന്നെ ഇത് പോളിഷ് ചെയ്യാനുണ്ട്, അന്ന് ലാസ്റ്റ് പരേഡിന് ഇട്ടതാണ്. പിന്നെ ഇത് ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ കോളേജിലെ ഫ്രഷേഴ്സ് ഡേയിൽ അന്നിട്ടിട്ട് ഞാൻ അതേപോലെ കൊണ്ടുവച്ച് അതും ഒന്ന് തുളച്ച് ഇറക്കി എടുക്കണം. പിന്നെ ഫുള്ള് തച്ച് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ 2. അപ്പോൾ ഗൈസ്, ഇത് ഫുള്ള് നമുക്ക് പാക്ക് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മളിതവിടെ കുറച്ച് പാക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്രേ ഉള്ളൂ. ബാഗിൻ്റെ അകത്ത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇനി മെഡിസിൻസും അത് മാത്രമേ ഉള്ളൂ ഇനി പാക്ക് ചെയ്യാനായിട്ട്. അത് ചെറിയ രീതിയിൽ അങ്ങ് കയറ്റി വയ്ക്കുമ്പോൾ സംഭവം സെറ്റാകും. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നാളെ പോവുകയാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനെ വ്ളോഗാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗാക്കും. പക്ഷേ ഞാൻ എൻ്റെ പുതിയ മൊബൈൽ ഞാൻ കൊണ്ടുപോകുന്നില്ല, അവിടെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് പഴയ മൊബൈലാണ് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ നമ്മുടെ പോക്കോ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ എടുത്തുകൊണ്ടാക്കി പോവാം. അപ്പോൾ പുതിയ മൊബൈൽ ഞാൻ ഇവിടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടിരിക്കും. അപ്പോൾ എന്തായാലും അവിടുത്തെ വ്ളോഗ് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കവർ ചെയ്യും. അതിനെ ഞാൻ ഒരു വീഡിയോ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആക്കുന്നതായിരിക്കും. ഞാൻ നാളെ 20 കേട്ടോ. 20-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം വീക്കെൻഡ് വ്ളോഗ് സീരീസ് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.